കുഞ്ഞൂസിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ കിട്ടിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതാ 1 കപ്പ് ബേസിൻ, അതായത് നമ്മുടെ കടലപ്പൊടി ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചൊരു 1/2 ടീസ്പൂണോളം അയമോദകം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതിൽ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് കുറച്ച് ജീരകം, ഒരു 1/2 ടീസ്പൂണോളം കണക്കാക്കി ജീരകം. അതേ അളവിൽ തന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചേർക്കുന്നത് തൈരാണ്. പിന്നെ ഇതാ കുറച്ച് നമ്മൾ കസൂരി മേത്തിയാണ്, ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, ഉലുവയുടെ ഇല ഉണക്കി വരുന്നതാണ്. ഇത് നമ്മളുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നത്. ഇത് നമ്മളത് കൈവച്ച് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കുക കേട്ടോ. ഇത് രാജസ്ഥാനിലെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഡിഷ് എന്നാണ് പറയപ്പെടുന്നത്. എനിക്കറിയില്ല, ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് വാങ്ങിച്ചപ്പോൾ അതിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. എനിക്കത് ഉണ്ടാക്കണമെന്ന് തോന്നി. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതുകൊണ്ടിട്ട് എനിക്ക് പുതിയൊരു റെസിപ്പി കിട്ടി എന്ന് തന്നെ വേണം പറയാം. അപ്പോൾ കൈവച്ച് നല്ല രീതിയിലൊന്ന് തിരുമ്മി യോജിപ്പിച്ചതിന് ശേഷം നമ്മളിതിലേക്ക് തൈരാണ് ചേർക്കുന്നത് കേട്ടോ. ഒരുപാട് തൈര് ചേർക്കരുത്, പുളി ഒരുപാടായി പോകും. എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ 2 തവിയോളം നമ്മുടെ തൈരങ്ങ് ചേർത്ത് കേട്ടോ. അപ്പോൾ ഒരുപാട് പുളിയുള്ള തൈരും എടുക്കാൻ പാടില്ല, പുളി ഒരുപാട് മുന്നേ നിൽക്കാൻ പാടില്ല കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ ആവശ്യത്തിനുള്ള തൈര് മാത്രം ചേർത്തിട്ട് നമ്മളൊന്ന് കുഴച്ച് നമ്മളെ പരുവത്തലാക്കി എടുക്കുക. നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്ന പോലെ തന്നെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ എടുക്കുക കേട്ടോ. ഇപ്പോൾ അഥവാ ഇച്ചിരി കൂടിയിട്ടുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ, കയ്യിൽ ഒട്ടുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് പൊടിയും കൂടെ ചേർത്ത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. എൻ്റെ സൗണ്ടൊന്നും അങ്ങനെ ക്ലിയർ ആയിട്ടില്ല. പനിയായതിന് ശേഷം സത്യം പറഞ്ഞാൽ ആകെപ്പാട് വയ്യ, ചെവിയും ആകെപ്പാടൊക്കെ അടഞ്ഞ് സൗണ്ടും പോയി, ചുമയും ആകെപ്പാട് പ്രശ്നങ്ങളാണ്. എഡിറ്റ് ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ഞാൻ വിചാരിച്ചു ഈ ഒരു റെസിപ്പി അപ്ലോഡ് ചെയ്യണം. അങ്ങനെ ഞാൻ ഉണ്ടാക്കി ചെയ്യുകയാണ്. നമ്മുടെ നാട്ടിലുള്ളവർക്കൊന്നും ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നും ഉണ്ടായിരിക്കില്ല കേട്ടോ. ഇതിൻ്റെ പേര് ഞാൻ പറയാം. അപ്പോൾ നമ്മൾ ബേസൻ ഒന്ന് കുഴച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് നീളത്തിലോ എങ്ങനെയൊക്കെ ഷേപ്പിൽ വേണമെങ്കിലും ആക്കിക്കോളൂ. എന്നിട്ട് അല്പം വെള്ളം എടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പും അല്പം ഓയിലും കൂടി ചേർത്തിട്ട് അതിൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം, വേവിച്ചെടുക്കണം കേട്ടോ. നമ്മൾ ഫ്രൈ ചെയ്യുമല്ല, നമ്മളിത് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഷേപ്പാക്കി എടുത്തിട്ട് നമ്മളത് കട്ട് ചെയ്ത് ചെറുതാക്കിയതിന് ശേഷം നമ്മളൊന്ന് വേവിച്ചെടുക്കുക. ഒരു 5-10 മിനിറ്റോളം ഒന്ന് ജസ്റ്റ് വേവിച്ചെടുക്കുക. പുളി കൂടാൻ പാടില്ല, അത് നിങ്ങൾ ശ്രദ്ധിച്ചോണേ. തൈര് ഒരുപാട് പുളിയുള്ള തൈര് എടുക്കാനും പാടില്ല. ഇത് നമ്മളെ ചപ്പാത്തിക്കും ചോറിനും ഒക്കെ പറ്റിയ ഒരു ഡിഷാണ് കേട്ടോ. ഇവിടെയുള്ള ആൾക്കാരിങ്ങനെ എന്താ പറയുക, നോൺ വെജ് ഒന്നും കഴിക്കാത്തത് ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ടായിരിക്കാം അല്ലേ. നമ്മുടെ നാട്ടിലൊക്കെ മീനും ഇറച്ചിയൊക്കെ ഇങ്ങനെ സ്ഥിരം കിട്ടുന്ന കാരണം ഇതിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ലല്ലോ. ഇത് പനീർ ഇങ്ങനെയൊക്കെയുള്ള സബ്ജികളൊക്കെ ഉണ്ടാക്കുന്ന കാരണമാണ് ഇവരിങ്ങനത്തെ നോൺ വെജ് ഒന്നും കഴിക്കാത്തതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ ഒരു ഷേപ്പ് തന്നെ വേണം, അങ്ങനെ തന്നെ വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് നല്ല രീതിയിൽ എടുക്കാൻ പറ്റുള്ളേ. അപ്പോൾ 1 കപ്പ് ബേസൻ അല്ലെങ്കിൽ എന്താ പറയുക കടലമാവാണ്. നമ്മൾ പക്കോടയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന ആ പൊടിയാണ്. അത്രയും എടുത്തിട്ട് നമ്മൾ കുഴച്ച് ഈ ഒരു രീതിയിൽ എടുക്കുന്നുണ്ട്. കയ്യിലൊന്നും ഒട്ടാത്ത രീതിയിൽ വേണം നമ്മൾ എടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതേ ഷേപ്പിലാക്കിയതിന് ശേഷം നന്നായിട്ട് വെള്ളം അങ്ങോട്ട് വെട്ടി തിളപ്പിക്കുക കേട്ടോ. ഇത് വേവാനുള്ള വെള്ളം നമ്മൾ ഒരു പാത്രത്തിൽ വെക്കുക. എന്നിട്ട് അതിലേക്ക് ഒരല്പം ഉപ്പും അല്പം ഓയിലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഇതങ്ങ് ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് വേവിച്ചെടുക്കുക ചെയ്യുന്നത്. നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അത് വേവുന്ന ആ സമയം കൊണ്ട് നമുക്ക് മസാലയും നമുക്ക് റെഡിയാക്കി എടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇതൊന്ന് വേവുന്ന ആ ഒരു സമയം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ദിവസവും ചപ്പാത്തിക്കൊക്കെ ഒരേ കറികളൊക്കെ ദാൽ തന്നെ അല്ലെങ്കിൽ മുട്ടക്കറിയൊക്കെ തന്നെ ട്രൈ ചെയ്യുമ്പോൾ ഒരു വെറൈറ്റി ഒക്കെ വേണമെന്ന് തോന്നുമ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. പിന്നെ ഇതുണ്ടാക്കുമ്പോൾ നമ്മുടെ ബസ്മതി റൈസൊക്കെ ആയിരിക്കും അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു റൈസ് എന്ന് പറയുന്നത്. നമ്മുടെ വലിയ ചോറൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഒന്ന് തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് നമ്മൾ കുഴച്ച മാവില ഷേപ്പാക്കിയത് അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. വെന്ത് നല്ല കട്ടിയായിട്ട് വരും. അപ്പോഴാണ് നമുക്കിനി അടുത്ത ഒരു ഇതിലേക്ക് പോകണത്. നമ്മളിനി അതിന് വേണ്ടിയിട്ട് ഒരു മസാല തയ്യാറാക്കുന്നുണ്ട്. അതിനായിട്ടൊരു ബൗളിലേക്ക് കുറച്ച് തൈര് എടുക്കുന്നുണ്ട്. അപ്പോൾ തൈര് ഒരുപാട് എടുക്കാൻ പാടില്ല കേട്ടോ. അതുപോലെ തന്നെ പുളി ഒരുപാട് കൂടാനും പാടില്ല, അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ. 1 കപ്പ് തൈരിൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നെ അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള മുളക് പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. പിന്നീട് നമ്മൾ ചേർത്തിരിക്കുന്നത് കുറച്ച് കസൂരി മേത്തിയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഓക്കെ, ചേർത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് നമ്മളൊന്ന് ജസ്റ്റ് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുന്നതിന് മുൻപ് കുറച്ച് കടലപ്പൊടി ഇതിലും ചേർക്കുന്നുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ തേങ്ങയൊന്നും അരച്ച് ചേർക്കുന്ന അല്പം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്.
നമ്മുടെ നാട്ടിലെ എല്ലാ ഡിഷിനും തേങ്ങയില്ലാത്ത ഒരു സംഭവം ഇല്ലല്ലോ അല്ലേ. അപ്പോൾ തേങ്ങയില്ലെങ്കിൽ സംഭവം നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് നമ്മൾ കടലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂണോളം കടലപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കടലപ്പൊടിയും തൈരും കൂടിയാണ് നമ്മളിതിൻ്റെ ഗ്രേവി ഒന്ന് എന്താ പറയുക നല്ല തിക്കാക്കാൻ വേണ്ടി നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്ത് നമുക്കിത് മാറ്റി വെക്കാവേ. ഇനി നമുക്കുള്ളൊരു മസാല തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി, ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അത് മാറ്റി വെക്കാം. ഇനിയൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഒരു തക്കാളി, നല്ല വലിപ്പമുള്ളൊരു തക്കാളി, ഒരു സവാള, നല്ല വലിപ്പമുള്ളൊരു സവാള, ഒരു കഷ്ണം ഇഞ്ചി, 2-3 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ അങ്ങോട്ട് അരച്ചെടുത്തോളൂ കേട്ടോ. അപ്പോൾ ഈ സമയത്തേക്ക് നമ്മളെ സംഭവമൊക്കെ ഇതാ കണ്ടില്ലേ വെന്തിട്ടുണ്ട്. നമ്മളുടെ കടലയുടെ കണ്ടില്ലേ അത് നല്ല കട്ടിയായിട്ടിരിപ്പുണ്ട്. ഇനി ഇത് നമ്മളുടെ തണുത്ത വെള്ളത്തിലേക്ക് ഒന്നോട്ട് കോരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കണേ. ഒരുപാട് ചെറുതാകാനും പാടില്ല, എന്നാൽ ഒരുപാട് വലിയ പീസാകാനും പാടില്ല. ആ ഒരു പരുവത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഗട്ടേ കി സബ്ജി എന്ന് പറയും ഇതിന് കേട്ടോ. രാജസ്ഥാനിലെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഡിഷാണ് ഗട്ടേ കി സബ്ജി. ആദ്യം ഞാൻ വിചാരിച്ചു അത്ര പോരും, പക്ഷേ കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഞാനത് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചത്. കാണുമ്പോൾ നിങ്ങൾക്കിത് വേറെ രീതിയിലായിട്ടൊന്നും തോന്നരുത് കേട്ടോ. ഇനിയിപ്പം ചെയ്യേണ്ട ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ചൂടാകുമ്പോഴത്തേക്ക് നമ്മൾ വയനയില, 1 ടേബിൾ സ്പൂൺ ജീരകം, അല്പം നമ്മൾ ജാതിപത്രി, പിന്നെ ഗ്രാമ്പു, 2 ഗ്രാമ്പു, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു അല്പം നമ്മൾ ചേർത്തിരിക്കുന്നത് നമ്മൾ അരപ്പില്ലേ പേസ്റ്റ്, നമ്മൾ മസാല അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ആ എണ്ണയിലോട്ട് ഒഴിച്ചിട്ട് അതിൻ്റെ പച്ചമണം മാറുമ്പോൾ നമുക്ക് നമ്മുടെ ആ തൈരിൻ്റെ കൂട്ടം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതും അങ്ങോട്ട് ചേർന്ന് നല്ല രീതിയിലൊന്ന് ഇളക്കുക. ഇളക്കി അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ തൈരിൻ്റെ കൂട്ടില്ലേ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് ഒഴിക്കുക. പിന്നെ നല്ല രീതിയിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കടലപ്പൊടി ഇല്ലേ അത് പച്ച ചുവയ്ക്കായിരിക്കും. അപ്പോൾ അതിൻ്റെ അത് നല്ല രീതിയിലൊന്ന് വെന്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഗ്രേവി തിക്കാക്കി വരണേ. അപ്പോൾ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഗട്ടെ, അതായത് നമ്മൾ കട്ട് ചെയ്ത് വെക്കുക. നമ്മൾ കടലപ്പൊടിയൊക്കെ വേവിച്ചില്ലേ മറ്റേ മാവ് വേവിച്ച് വെച്ചിരിക്കുന്നത് നല്ല ചെറിയ ചെറിയ പീസാക്കി അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം ഏതൊരു വലുപ്പത്തിൽ വേണമെന്നുള്ളത്. ഇതാ ഇത് നല്ല രീതിയിൽ കട്ടിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇതിങ്ങനെ ഈ ഒരു അളവിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അത് മസാലയൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ട് വരും. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ല അടിപൊളി ടേസ്റ്റാണ്. ആദ്യമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. ഇതിൻ്റെ ഒരു ഷേപ്പൊക്കെ കാണുമ്പോൾ നമുക്ക് മലയാളികൾക്ക് പ്രത്യേകിച്ച് ഇത് എന്താ സംഭവം അയ്യേ ഇങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷേ സംഭവം കൊള്ളാം കേട്ടോ. ഗട്ടേ കി സബ്ജി എന്ന് പറയും രാജസ്ഥാനിലെ, അല്ലെങ്കിൽ ജോധ്പൂർ, ജയ്പൂർ ആ ഒരു പ്രദേശത്ത് രാജസ്ഥാനിലെ തന്നെ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഡിഷാണ്. ഇവിടെയുള്ള എല്ലാ ആൾക്കാരും ഇത് ഉണ്ടാക്കുന്നതാണ്. പക്ഷേ എനിക്ക് അത്ര പരിചയം ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ കുഞ്ഞിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്ന സമയത്ത് ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തപ്പോൾ അതിൽ നിന്ന് കിട്ടിയതാണ്. അങ്ങനെ ഞാൻ അതെന്താ സംഭവം എന്നൊന്ന് അന്വേഷിച്ചു. അങ്ങനെ ഒന്ന് സെർച്ച് ചെയ്തെടുത്തതാണ് കേട്ടോ. സംഭവം അടിപൊളിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതെ. അപ്പോൾ നമ്മുടെ ഗ്രേവിയിലേക്ക് നമ്മൾ ഗട്ടയെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തിട്ട് ഇനിയും ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. പിന്നെ കളർ അല്പം കുറവെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതാ കുറച്ച് കസൂരി മേത്തി വെച്ച് കഴിഞ്ഞാൽ ഉലുവയുടെ ഇല ഉണങ്ങി വരുന്നതാണ്. അത് പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അതും കൂടി ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. കളർ അല്പം കുറവെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി മുളക് വേണമെങ്കിൽ കടുക് താളിച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി നല്ലൊരു കളറൊക്കെ കിട്ടും. അഥവാ ഇനിയിപ്പം ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ നല്ല എരിവാണ്, സ്പൈസിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചമുളക് നമ്മൾ അരച്ച് ചേർത്തിരിക്കുന്നതല്ലേ. അപ്പോൾ നമ്മുടെ ഗട്ടേ കി സബ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചോറിൻ്റെ കൂടെയും പിന്നെ അല്ലെങ്കിൽ എന്താ പറയുക റൊട്ടിയുടെ കൂടെയൊക്കെ കഴിക്കാൻ, നാനിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു ഡിഷാണ്. ഇതാ കണ്ടില്ലേ എല്ലാം നല്ല സെറ്റായിട്ട്. ഇപ്പം ഞാൻ 2-3 പച്ചമുളകാണ് ഒന്ന് കുറച്ച് ജീരകമായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് മുകളിൽ ചേർത്തിട്ടുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടി ചേർത്തുന്നേ ഉള്ളൂ. ഇതൊന്നും വേണമെന്നൊന്നും ഇല്ല കേട്ടോ. തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. എൻ്റെ സൗണ്ട് വളരെ കുറവാണോ കൂടുതലാണോ ഒന്നും എനിക്കറിയാൻ പറ്റുന്നില്ല. കാരണം ചെവി നന്നായിട്ട് അടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഗട്ടയുടെ സബ്ജിയുടെ റെഡി ആയിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് റെസിപ്പിയുമായി കാണുമ്പോൾ പറയും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.